യേശുവിൽ സ്നേഹമുള്ളവരെ, 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിൽ ചേർന്നു. ചങ്ങനാശ്ശേരി രൂപതയിലെ പാറയിൽ സെമിനാരിയിൽ. തൊട്ടടുത്ത് മാതാവിൻ്റെ ചാപ്പലുണ്ട്. അതിനെ പാറയിൽ പള്ളി എന്നാണ് പറയുക. പാറപ്പുറത്ത് പണിത് പള്ളിയായതുകൊണ്ടാണ് പാറപ്പള്ളി എന്ന് പേര് വന്നത്. മാതാവിൻ്റെ നാമത്തിലാണ് പള്ളി. മാതാവിൻ്റെ പേര് പാറയിൽ മാതാവ്. ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറായിരുന്ന വള്ളോപ്പള്ളി അച്ഛൻ, പിന്നീട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വള്ളോപ്പള്ളി പിതാവ്, അമ്മയുടെ വലിയ ഭക്തനായിരുന്നു. മാതാവിനോടുള്ള അച്ഛൻ്റെ സ്നേഹം ശിഷ്യരായ ഞങ്ങളിലേക്കും വ്യാപിച്ചു. അമ്മയെ സന്ദർശിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. അമ്മയുടെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തും, മുഖത്തേക്ക് നോക്കും. അമ്മയുടെ കണ്ണുകൾ സജീവം, മുഖം പ്രസന്നം, സ്നേഹവും കാരുണ്യവും നിറഞ്ഞൊഴുകുന്ന വദനം. അമ്മയുടെ സന്നിധാനം ഏറ്റവും പ്രിയങ്കരമായി തോന്നി. എനിക്ക് 16 വയസ്സ് കഴിഞ്ഞതില്ലേ ഉള്ളൂ. വീട്ടിലെ അമ്മയുടെ വാത്സല്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആദ്യത്തെ അനുഭവം. സെമിനാരിയിൽ മക്കളായി ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷേ അമ്മയില്ല. പള്ളിയിലെ രൂപം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വള്ളോപ്പള്ളി പിതാവ് യേശു പറഞ്ഞതുപോലെ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. എൻ്റെ ചെറുപ്രായത്തിൽ വള്ളോപ്പള്ളി അച്ഛനെ പോലെ വിശുദ്ധനും പണ്ഡിതനുമായൊരു വ്യക്തി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സംശയവും തോന്നിയില്ല. പാറയിൽ മാതാവ് സ്വന്തം അമ്മയായി തോന്നി. പിന്നീട് ലൂർദ് മാതാവും ഫാത്തിമ മാതാവുമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും പാറയിൽ മാതാവിൻ്റെ ആദ്യ രൂപം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. സെമിനാരിയ, പക്ഷെ അവിടെയുമുണ്ട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ. സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് സീനിയർ സഹോദരന്മാർ സെമിനാരിയെ ഞങ്ങൾക്ക് ജൂനിയേഴ്സിന് പരിചയപ്പെടുത്തി തന്നത്. നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല, തക്ക സമയത്ത് ഗൃഹപാഠങ്ങൾ ചെയ്തിരിക്കണം, ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾ മുറിയടിക്കുന്നതോ ചെടി നനയ്ക്കുന്നതോ ടോയ്ലറ്റ് വെടിപ്പാക്കുന്നതോ പ്രസംഗം ഒരുങ്ങുന്നതോ എല്ലാം കൃത്യതയോടെ നിർവഹിക്കണം. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ, മര്യാദയോടെ പെരുമാറണം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ. തെറ്റു വന്നാൽ പ്രശ്നം, ആവർത്തിച്ചാൽ അതിലേറെ പ്രശ്നം. ഉത്കണ്ഠ, ഭീതി ഒക്കെ ബാധിക്കുന്നു, ആവശ്യമായോ അനാവശ്യമായോ. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുണ്ട് ഒരു പ്രതിവിധി. പോവുക പള്ളിയിലേക്ക്. ജപമാലയുടെ ഒരു രഹസ്യം പാറയിൽ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ചൊല്ലുക. ഹൃദയത്തിലേക്ക് ആശ്വാസം ഒഴുകി വരും. എല്ലാം കുഴപ്പമായി എന്ന് തോന്നിയാൽ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിട്ട് ഹൃദയവും പ്രാർത്ഥിക്കുക. എത്രയും നീളം മാതാവേ എന്ന മനോഹരമായ ജപം. ഹൃദയത്തിൻ്റെ ഭാരമൊക്കെ മാറിപ്പോകുന്ന അനുഭവമുണ്ടാകും. എനിക്ക് ചെറുപ്പത്തിലെ പരിശുദ്ധ അമ്മയുമായി നല്ല ബന്ധമായിരുന്നു. നിങ്ങൾക്കൊരുപക്ഷെ അമ്മയുമായി എന്നേക്കാൾ കൂടുതൽ ബന്ധമുണ്ടായിരിക്കാം. വലിയ ഭാഗ്യം. കുഞ്ഞിലേ തന്നെ പരിശുദ്ധ അമ്മയുടെ കുഞ്ഞായി വളരാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ശിമോനും അന്നായും പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടത് തങ്ങളുടെ വാർദ്ധക്യത്തിലാണ്. ചെറുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോയവർക്ക് ഇപ്പോൾ സുവർണ അവസരമാണ്. അമ്മയെ സമീപിക്കുക, ഹൃദയം തുറക്കുക. അമ്മയുടെ എല്ലാം ചെറുതും വലുതുമായ പ്രധാനവും അപ്രധാനവുമായ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുക. അത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമായിരിക്കും. ആവേ മരിയ, പരിശുദ്ധ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.